ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ്. വെൽക്കം ടു സിനി വൈബ്സ്. എഗ് ചില്ലിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സവോള സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം സെലറി ചെറുതായിട്ട് നുറുക്കിയത്, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. എഗ് ചില്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാം. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ, 3 ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി നമുക്കതിനകത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടാം. ജിഞ്ചർ ഗാർലിക് എല്ലാം ഒന്ന് ചുവന്ന് തുടങ്ങി. ഇതിലേക്ക് 1 സവോള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിടാം. സവോള ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ നമുക്കതിനകത്തേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി നമുക്ക് ചേർക്കാം. സവോളയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഇത് 3ഉം കൂടി ചേർത്ത് വെച്ചേക്കുന്നതാണത്. ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം തീ കൂട്ടി വയ്ക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഉപ്പ് ഞാൻ ചേർത്തില്ലായിരുന്നു, സോസിനൊക്കെ ഉപ്പുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇത് കുക്കായി. തീ നന്നായിട്ട് കുറയ്ക്കണം. കുറച്ച് സോൾട്ടിൻ്റെ കുറവും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കുക്കിംഗ് ആണ് ചില്ലി എഗ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണേ എഗ്ഗ് ഇതിനകത്തേക്ക് ഇടാം. ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തേക്കണേ. ഇനി എഗ്ഗിന് ഓരോന്നിനായിട്ട് നമുക്ക് മറിച്ചിടാം. തീ വളരെ കുറച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എഗ്ഗ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. 4ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, 2ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ട്
നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാ എഗ്ഗും ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.